സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ 4 മണിയായപ്പോഴത്തേക്കും എണീറ്റു, കുളിച്ച് റെഡിയായി വന്നു. ഇന്നലെ തന്നെ വിളക്കൊക്കെ തുടച്ച് വെച്ചായിരുന്നു. ബ്രഹ്മമുഹൂർത്ത പൂജ തുടങ്ങിയതിൽ പിന്നെ എല്ലാ ദിവസവും രാത്രി തന്നെ വിളക്കൊക്കെ തുടച്ച് വയ്ക്കും. 5:15 മുൻപായി പൂജകൾ തീർക്കേണ്ടത് കൊണ്ട് രാവിലെ ഇതൊക്കെ ചെയ്യാൻ പോയാലായിട്ട് സമയം അത്രയും പോകും. അതുകൊണ്ട് തലേദിവസം രാത്രി തന്നെ വിളക്കൊക്കെ തുടച്ച് വയ്ക്കും. ചിലപ്പോൾ പൂജാമുറിയും വൈകിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കും. ഇന്നലെ പൂക്കളൊന്നും എടുത്തു മാറ്റിയില്ല. അതുകൊണ്ട് രാവിലെ തന്നെ പൂക്കളൊക്കെ എടുത്തു മാറ്റി പൂജാമുറിയൊക്കെ വൃത്തിയാക്കി. ഇന്നലെ പ്രദോഷമായിരുന്നു. വൈകിട്ട് പൂജകളൊക്കെ ചെയ്തിരുന്നു. തുമ്പപ്പൂക്കൾ കൊണ്ടാണ് ഭഗവാന് അർച്ചന ചെയ്തത്. ശനി പ്രദോഷവും തിങ്കളാഴ്ച പ്രദോഷവും വളരെ വിശേഷമാണ്. ഇന്നലെ ശനി പ്രദോഷമായിരുന്നു. അതുകൊണ്ട് പൂജകളൊന്നും മുടക്കിയില്ല. പൂജകളെല്ലാം വളരെ ഭംഗിയായി ചെയ്തിരുന്നു. പൂജാമുറിയൊക്കെ വൃത്തിയാക്കി വിളക്കൊക്കെ ഒരുക്കി ആദ്യം വെളിയിൽ വിളക്ക് വെച്ചു. പിന്നീട് അകത്ത് പൂജാമുറിയിൽ വിളക്കെല്ലാം കൊളുത്തി. വിളക്ക് കൊളുത്തിയതിന് ശേഷം ആദ്യം ചെയ്യേണ്ട പൂജയാണ് ദീപപൂജ. വിളക്ക് എന്ന് പറയുന്നത് തന്നെ ദേവതാ സ്വരൂപമാണ്. പരബ്രഹ്മമായാണ് വിളക്കിനെ നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ ദീപപൂജ ചെയ്യണം. വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ ധൂപാരാധന ചെയ്ത് പൂക്കൾ സമർപ്പിക്കണം. ധൂപാരാധന ചെയ്യുമ്പോൾ ദീപം ജ്യോതി പരബ്രഹ്മ സ്വരൂപിണ്യേ നമഃ എന്ന മന്ത്രം ചൊല്ലി വേണം പൂക്കൾ സമർപ്പിക്കാൻ. ഏത് വിളക്കാണ് കൊളുത്തുന്നതെങ്കിലും ദീപപൂജ ചെയ്യണം. ഇപ്പോൾ പലതരത്തിലുള്ള വിളക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചിരാതാണെങ്കിലും നിലവിളക്കാണെങ്കിലും ലക്ഷ്മി വിളക്കാണെങ്കിലും ഏത് വിളക്കാണെങ്കിലും ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ദീപപൂജ ചെയ്യണം. വിളക്കെല്ലാം കൊളുത്തിയതിന് ശേഷം ദീപപൂജ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അഭിഷേകമാണ് നടത്തിയത്. അഭിഷേകങ്ങളൊക്കെ നടത്തി. അഭിഷേകം ചെയ്യുമ്പോഴത്തേക്കും ധൂപദീപ ആരാധന നടത്തണം. അത് കഴിഞ്ഞ് കുങ്കുമവും ചന്ദനവും ചാർത്തി അലങ്കാരങ്ങളൊക്കെ ചെയ്തു. ധൂപാരാധന ചെയ്തു പൂക്കൾ സമർപ്പിച്ചു. അതിനുശേഷം നിവേദ്യം നൽകി താമ്പൂലവും സമർപ്പിച്ചു. നെയ് ദീപ ആരതിയും കർപ്പൂര ആരാധനയും നടത്തി. ഇന്നത്തെ ബ്രഹ്മമുഹൂർത്ത പൂജ 5:15 മുൻപായി വളരെ ഭംഗിയായി സന്തോഷത്തോടുകൂടി ചെയ്തു തീർത്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.